എന്റെ ബ്രാൻഡ് ന്യൂ പ്ലെയിൻ. ഈ പ്ലെയിൻ പിന്നെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ പ്ലെയിൻ ഒന്നുമല്ല. ഇത് ആക്ച്വലി ട്രവർ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന പ്ലെയിനാ. ആ ന്യൂ ഇയർ ഒക്കെ ആയില്ലേ, ന്യൂ ഇയറിന് ഗിഫ്റ്റ് ആയിട്ടാ ട്രവർ എനിക്ക് പ്ലെയിൻ ഒക്കെ തന്നെ. സത്യം പറയലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ട്രവർ എനിക്ക് ഒരു പ്ലെയിൻ ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നു. ട്രവർ അങ്ങനെ സാധാരണ ഗിഫ്റ്റ് ഒന്നും തരാറില്ലേ. എന്തെങ്കിലും ആട്ടെ, എന്തൊട്ടായാലും ഇത് നൈസ് പ്ലെയിൻ ആണ്, ഒരു രക്ഷയില്ല. ഈ പ്ലെയിന് ഓടിക്കാനായിട്ട് രസമുണ്ട്. എന്നിട്ടായാലും നമുക്ക് ഈ പ്ലെയിനെ ഇവിടെ ലാൻഡ് ചെയ്യാം, എന്നിട്ട് തിരിച്ച് ലോസ് ആഞ്ചലസിലേക്ക് പോവാം. ന്യൂ ഇയർ ആയിട്ട് വീട്ടില് പരിപാടി ഉണ്ട്. ഷിൻചാൻ പിന്നെ അവിടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഒരു മിനിറ്റ്, ഇതെന്തത് ഗൈസ്? അങ്ങോട്ടേക്ക് നോക്കിയേ. അവിടെ മുമ്പില് കുറെ കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അതില് ആരുടെയൊക്കെ ഫോട്ടോസ് മുട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടാ, ഇതാ മറ്റു സംഭവം, ആ മിസ്പ്രേ കണ്ടെയ്നർ. അതില് ഭാഗ്യമുള്ളവർക്ക് നല്ല ഐറ്റംസ് ഒക്കെ കിട്ടേ. നമുക്ക് നോക്കി നോക്കാം. അതിനു മുൻപേ നമുക്ക് ഈ പ്ലെയിനെ ഇവിടെ പാർക്ക് ചെയ്യാം. ഈ ഹാങ്ങറിലാണ് ഈ പ്ലെയിനൊക്കെ പാർക്ക് ചെയ്യുക. അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതൊക്കെ അവഞ്ചേഴ്സിന്റെ ടിപ്സ് ആണ് കേട്ടാ. ഇതിലിപ്പോ എല്ലാവരും അവഞ്ചേഴ്സ് ഒന്നുമല്ല. ഇതിലിപ്പോ സൂപ്പർമാൻ ആയാലും ഫ്ലാഷ് ആയാലും ഇവര് അവഞ്ചേഴ്സ് അല്ല, അത് വേറെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാ. എന്തൊട്ടായാലും എല്ലാവരും സൂപ്പർ ഹീറോസ് ആണ്. അവരുടെ ടിപ്സിന്റെ കണ്ടനാണ് ഇവിടെ വെച്ചേക്കണത്. ഇതിലിപ്പോ ആർക്കാ ഭാഗ്യമില്ലെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതില് പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതില് എന്റെ കണ്ടെയ്നറും ഇല്ല, ഷിൻചാന്റെ കണ്ടെയ്നറും ഇല്ല. ഇത് ശരിയില്ല. ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല. അവഞ്ചേഴ്സിന്റെ കിഡ്സിന് മാത്രം ഗിഫ്റ്റ് ഒക്കെ കിട്ടിയുള്ളൂ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു പ്ലെയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും കണ്ടെയ്നർ ഇല്ലേ? അതിപ്പോ കുഴപ്പമില്ല. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്മാരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം. എന്നിട്ട് ഈ കണ്ടെയ്നറൊക്കെ ഓപ്പൺ ആക്കാം. ആർക്കാ ഭാഗ്യമില്ലെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ എല്ലാരും വന്നേക്കാ. ടോട്ടല് 8 ആൾക്കാരുണ്ട്. അവിടെ പിന്നെ 8 കണ്ടെയ്നറുകള്. അല്ല ഇതെന്താ സംഭവം? അവിടെ മുമ്പില് കുറെ കണ്ടെയ്നറൊക്കെ വെച്ചല്ലോ. അതില് നമ്മുടെ ഫോട്ടോയും മുടിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? നമുക്കുള്ള ഗിഫ്റ്റാണോ? നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയാം. ആക്ച്വലി ഇതൊക്കെ മിസ്ട്രി കണ്ടെയ്നറാ. ഇതില് ബാങ്കിലവർക്ക് നല്ല നല്ല ഗിഫ്റ്റ് കിട്ടും. വല്ല സൂപ്പർ കാർ, സൂപ്പർ ബൈക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അല്ലാത്തവർക്ക് ഒന്നും കിട്ടില്ലേ. ആ കണ്ടെയ്നർ കാലിയായിരിക്കും. അപ്പൊ ഈ കൂട്ടത്തില് ആർക്കാ ഭാഗ്യമില്ലെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിലിപ്പോ ആരാ ആദ്യം ഓപ്പൺ ആദ്യം ഞാൻ ഓപ്പണാക്കാം. ഞാൻ ഓപ്പണാക്കിട്ട് ബാക്കി ഓപ്പണാക്കിയാ മതി. ഇതിപ്പോ ഇങ്ങനെ ഓപ്പണാക്ക. അതും സ്റ്റിക്കി ബോംബ് മതിയാവും. ഇതിലേതുണ്ട്? ഇതാണ് എന്റെ കണ്ടെയ്നർ. നമുക്കപ്പോ കാര്യം ചെയ്യാം. അതും സ്റ്റിക്കി ബോംബ് പറയാം. എന്നിട്ട് ആ സ്റ്റിക്കി ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. എനിക്കപ്പോ എന്താണ് കിട്ടിയേ? ഈ കണ്ടെയ്നർ കാര്യാണോ? എനിക്ക് ഇവിടെ ഒന്നും കാണാനില്ല. ഒരു മിനിറ്റ് ഗൈസ്, നോക്കിയേ. എനിക്കിവിടെ ഒരു സൂപ്പർ ബൈക്ക് കിട്ടിയേക്കണ്. ഇത് സൂപ്പർ ബൈക്കാണോ? സൂപ്പർ ബൈക്കാണ്. ഇത് കൊള്ളാണ്ട, നൈസായിണ്ട്. ഈ ബൈക്ക് ഓടിക്കാനായിട്ട് രസമുണ്ട്. എന്തെങ്കിലും ആട്ടെ, ന്യൂ ഇയർ ആയിട്ട് എനിക്ക് ബൈക്കാണ് ഗിഫ്റ്റ് കിട്ടിയേ. ഫ്രാങ്ക്ലിനെ, എന്നാ പിന്നെ ശരിയപ്പോ നമുക്കിനി പിന്നെ എപ്പോഴും കാണാം. ഇതെന്തത്? സ്പൈഡർമാന്റെ കുട്ടിക്ക് ബൈക്കാണല്ലോ കിട്ടിയേ. എനിക്കിനി എന്താ കിട്ടാൻ പോണേ? ഇതാണ് എന്റെ കണ്ടെയ്നർ. നമുക്കിനി അത് ഓപ്പൺ ആക്കാം. അതുമ്മേലേക്ക് ബോംബൊക്കെ എറിഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. എനിക്കിപ്പോ കിട്ടിയേ? ഇതും കാലിയാണോ? ഇത് കാലിയൊന്നല്ല. എനിക്കിവിടെ കിട്ടിയേ. ഇതെന്തൊരു വണ്ടിയാണ്. ഇതെന്തൊരു വണ്ടിയാണോ? നമുക്ക് ആദ്യം വണ്ടി പുറത്തേക്ക് ഇറക്കാം. എന്നാലും ഇത് ഏതാ വണ്ടി? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഇത് കാറാണോ തലതിരിഞ്ഞ ഓട്ടോറിക്ഷയാണോ? ഇതിന് 3 വീലുള്ളേ. ഫ്രണ്ടില് 2 വീല്, ബാക്കില് 1 വീല്. പക്ഷേ ഈ വണ്ടി കുഴപ്പമില്ല. ഈ വണ്ടിയില് 2 ആക്രോപോയിക്കിന്റെ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്.
വണ്ടി അത്യാവശ്യം സ്പീഡിൽ തോന്നുന്നുണ്ട്. എന്തെങ്കിലോട്ടെ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കിട്ടിയല്ലോ, അതന്നെ വലിയ കാര്യം. തൽക്കാലം കിട്ടിയത് വെച്ച് സന്തോഷിക്കുക. എന്നാ പിന്നെ ശരിയപ്പോ. ഓ ഇവിടെ ഹൾക്കിനും വണ്ടി കിട്ടിയേട്ടാ. എനിക്കും ഒരു വണ്ടി കിട്ടും തോന്നുന്നുണ്ട്. ഒരു സൂപ്പർ കാറാ, സൂപ്പർ ബൈക്കാ, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്തൊട്ടാലും നോക്കി നോക്കാം. ഞാനിപ്പോ സ്റ്റിക്കി ബോംബ് വരുന്നുണ്ട്, അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. എന്തായി? എനിക്കെന്താ കിട്ടിയേ? എനിക്കൊന്നും കിട്ടിയില്ലേ? ഇവിടെ എനിക്ക് കാണാനില്ല. അല്ല, ഇതെന്തത്? ഈ കണ്ടെയ്നർ ഫുള്ള് കാലിയാണല്ലോ. ഇതൊട്ടും ശരിയല്ല. ഇതൊട്ടും ശരിയല്ല. ആ ഹൾക്കിനും സ്പൈഡർമാനും വണ്ടികൾ കൊടുത്തു. എന്റെ കണ്ടെയ്നർ കാലി. ന്യൂ ഇയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഏതായാലും പോവാ. ഇനിയിപ്പോ ഞാൻ പോയിട്ട് ഓപ്പണാക്കാം. ഇതാണ് എന്റെ കണ്ടെയ്നർ. നമുക്കത് ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് എടുത്തറിയാം. ഒരു 5-6 ബോംബൊക്കെ എടുത്തറിയാം. ഇനിയിപ്പോ ആക്ടിവേറ്റ് ചെയ്യാം. എനിക്കും നല്ല ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ആ ബോംബ് എങ്ങനെ നമ്മള് ആക്ടിവേറ്റ് ചെയ്തു? എനിക്കിപ്പോ എന്താ കിട്ടിയേ? വല്ല സൂപ്പർ കാറാണോ? ഇതെന്താ കാലിയാണോ? കാലിന്നല്ല. ഇതെന്തത്? ഇതാ മറ്റേ തീട്ടല്ലേ? എനിക്ക് ഷിറ്റാണ് കിട്ടിയേക്കണേ. ഇതൊരുമാതിരി മറ്റൊരു പരിപാടി കേട്ടാ. എനിക്ക് തീട്ടം നന്നേക്കണേ. ഇതൊട്ടും ശരിയില്ല. പണ്ട് എന്റെ അച്ഛനും ഇത് ഈട്ടാൻ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എനിക്കും ഇതാണ് കിട്ടിയേ. ഇത് എന്തൊരു അവസ്ഥയാ. ജസ്റ്റിസ് ഫോർ വെനം. ഇതൊട്ടും ശരിയില്ല. ഇതിനും ഭേദം ഒന്നും തരാണ്ടിരിക്കുന്നു. ഒരുമാതിരി മറ്റൊരു പരിപാടി. ഇനിയിപ്പോ ഞാൻ പോയിട്ട് ഓപ്പണാക്കാം. ഇതാണ് എന്റെ കണ്ടെയ്നർ. നമുക്ക് അതൊന്ന് സ്റ്റിക്കി ബോംബ് പറയാം. എന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാം. അതിനു മുൻപേ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അത് മാത്രമല്ല ചാനൽ തീർച്ചയായിട്ടും സബ് ചെയ്യാം. നമുക്കിനി ആ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. എനിക്കിപ്പോ എന്താണ് കിട്ടിയേ? നോക്കി നോക്കാം. ഒരു മിനിറ്റ്. ഇതെന്തത്? ഗൈസ് ഇത് നോക്കിയേ. എനിക്കിവിടെ ഒരു സൈക്കിൾ കിട്ടിയേക്കണ്. സൈക്കിളേ? ഞാൻ വിചാരിച്ചു വല്ല സൂപ്പർ കാറൊക്കെ കിട്ടുന്ന. പക്ഷെ എനിക്കിവിടെ ഒരു സൈക്കിൾ കിട്ടിയേ. അതും ഗിയറില്ലാത്ത ഒരു സൈക്കിള്. എന്തായാലും കുഴപ്പമില്ല. നേരത്തെ കിട്ടിയ പോലെ കിട്ടിയില്ലല്ലോ. അതാലോചിച്ച് സമാധാനിക്കാം. ഈ സൈക്കിളിൽ പിന്നെ ബൂസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. തൽക്കാലം കിട്ടിയത് വെച്ച് സന്തോഷിക്കുക. ഇനിയിപ്പോ ഞാൻ പോയിട്ട് ഓപ്പണാക്കാം. അതും സ്റ്റിക്കി ബോംബ് പറയാം. എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും നോക്കി നോക്കാം. എനിക്കപ്പോ എന്താ കിട്ടിയേ? ഇത് കാലിയാണോ? കാലിന്നല്ല. ഇവിടെ ഉണ്ടല്ലോ. ഇതെന്താ സംഭവം? ഫ്ലവർ വൈസ് ആണോ? അതെ, ഇതൊരു ഫ്ലവർ വൈസാ. എനിക്കിത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കത് കൊടുക്കായിരുന്നു. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലേ? ഞാനേതായാലും പോവാ. അതിപ്പോ കിട്ടിയിട്ടും വലിയ കാര്യമില്ല. ഇതെന്തത്? ഫ്ലവർ വൈസ് എനിക്കത് കിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ കണ്ടെയ്നർ ഓപ്പണാക്കാം. ലെറ്റ്സ് ഗോ. എനിക്കിപ്പോ എന്താണ് കിട്ടിയേ? ഇതെന്തത്? ഈ കണ്ടെയ്നർ കാലിയാണല്ലോ. ഇതും ശരിയില്ല. എനിക്ക് കാലി കണ്ടെയ്നർ കിട്ടിയേ. ഇതും ശരിയില്ല. ഇനിയിപ്പോ ഞാൻ ഗേൾഫ്രണ്ടിന് എന്തുട്ടാണോ കൊടുക്കുക? ആള് മിക്കവാറും പോവും. ഇനിയിപ്പോ ഞാനും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിനി നമ്മുടെ കണ്ടെയ്നർ ഓപ്പണാക്കാം. എനിക്കിനി എന്താണോ കിട്ടാൻ പോണേ? ഒരു മിനിറ്റ്. എനിക്കിവിടെ കിട്ടിയില്ലല്ലോ. ഇതെന്താ കാറാണോ? ഗൈസ് ഇത് നോക്കിയേ. എനിക്കിവിടെ ഒരു കാറാണ് കിട്ടിയേ. ഇത് കൊള്ളാലോ. ഈ കാറ് നൈസാ കേട്ടാ. ഒരു രക്ഷയില്ല. ഈ കാറിന് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഇത് പുറത്തേക്ക് തെറിച്ചു വന്നു ഇതിന്റെ വലിപ്പം കാരണം. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കാറ് ഓടിച്ചു നോക്കാം. സത്യം പറയാലോ, ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വലിയ കാറൊക്കെ ഓടിക്കണേ.
എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് കാറൊന്നും ഓടിക്കാൻ അറിയില്ല. അത് വേറെ കാര്യം. ഇത് പിന്നെ ബാറ്റ്മാന്റെ കാറാ. ഇതില് പിന്നെ ബൂസ്റ്ററൊക്കെ ഉണ്ട്. അതും വലിയൊരു ബൂസ്റ്ററാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കിയോളൂ. അപ്പോഴേക്കും ഇത് നല്ല തളച്ചു പോയേ. എന്നിട്ടായാലും എനിക്ക് കാർ ഇഷ്ടായിട്ടാ. ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഓയ് ബല്ലേ. ബാക്കിയുള്ളവർക്കൊന്നും ഇത്രയും നല്ല ഗിഫ്റ്റ് കിട്ടിയില്ലേ? എനിക്കാണ് തോന്നുന്നുണ്ട് നല്ല ഗിഫ്റ്റ് കിട്ടിയേ. ഫ്രാങ്ക്ലിനാ, എന്നാ പിന്നെ ശരിയപ്പോ. നമുക്കിനി പിന്നെ പോയി കാണാം. ഹാപ്പി ന്യൂ ഇയർ. നമുക്കപ്പോ ഇവിടുന്ന് പോവാം. ഓക്കെ, ഇവിടെ പോയി എല്ലാരും കണ്ടന്റൊക്കെ ഓപ്പൺ ആക്കിട്ടാ. ഇതില് ഏറ്റവും നല്ല ഗിഫ്റ്റ് കിട്ടിയേക്കണത് നമ്മുടെ ബാറ്റ്മാനാ. അവന് പിന്നെ ഒരു കാർ കിട്ടിയേ. ഏറ്റവും മോശം ഗിഫ്റ്റ് കിട്ടിയത് നമ്മുടെ വെനമന്. പാവത്തിന് തീട്ടാണ് കിട്ടിയേക്കണത്. എന്നാലും അതൊട്ടും ശരിയില്ല. ഇതിലും ഭേദം അവനൊന്നും കൊടുക്കാതിരിക്കുന്നു. തീട്ടം കൊടുത്തിട്ട് കളിയാക്കി വിട്ടു. നമുക്ക് പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കിവിടെ കണ്ടന്റൊന്നും ഉണ്ടായിരുന്നില്ലേ. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് പോവാം. തിരിച്ച് ലോസ് ആഞ്ചലസിലേക്ക് പോവാം. ഷിൻചാൻ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യണ്ടേ. ഗൈസ്, അപ്പൊ ഇതോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.